हम कश्मीर में पहलगाम गए थे घूमने के लिए। ऊपर में एक जगह है छोटी, बहुत फेमस, मिनी स्विट्जरलैंड बोलते हैं। तो अचानक से ही गोलीबारी आज चालू हो गई। मेरे बाजू में कोई अंकल खड़े थे, उनको गोली लगी, उनके छींटे मेरे चेहरे पे आए। यहाँ पर अटैक हुआ आतंकवादियों का। मेरे बच्चे को जम्मू कश्मीर के पहलगाम में पर्यटकों पर हमला हुआ है। अधिकारियों ने बीबीसी को बताया कि पर्यटकों पर फायरिंग की गई, जिसमें 20 से ज्यादा लोगों की मौत हुई है। बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी। 1947 വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിലായിരുന്നു. പാകിസ്ഥാന്റെ വഞ്ചനയും ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണയും കാരണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുടർച്ചയായി സൈനികവും നയതന്ത്രപരവുമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം രാജ്യത്തിനാകെ ഒരു വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. फील्ड स्टेट क्या है? पाकिस्तान में जनता का जो हित है वो सरकार के हित से नहीं मिलता। सरकार का हित आतंकवाद में है. പാകിസ്ഥാന്റെ പിന്തുണയോടെ ഭീകരവാദികൾ ഭാരതവുമായി തുടർച്ചയായി നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Well, Pakistan had decided to bleed India with 1,000 cuts. This is a stated policy of Pakistan. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഭാരതം ഇനിയും മിണ്ടാതിരിക്കില്ലെന്ന് തീരുമാനിച്ചു. മറിച്ച് മറുപടി നൽകും. അതിപ്പോൾ യുദ്ധക്കളത്തിലായാലും സാമ്പത്തിക രംഗത്തായാലും നയതന്ത്ര രംഗത്തായാലും ഭാരതം ഇപ്പോൾ എല്ലാ തലങ്ങളിലും ഭീകരവാദത്തിന് മറുപടി നൽകാൻ തയ്യാറാണെന്ന് പാകിസ്ഥാനെ മനസ്സിലാക്കി കൊടുത്തു. NIA हो, चाहे रॉ हो, चाहे इंटेलिजेंस ब्यूरो हो, चाहे वो आर्मी हो, नेवी हो, एयरफोर्स हो, और इनकी अपनी जो स्पेशल फोर्सेस हैं, इनकी जो अपनी अलग अलग यूनिट्स हैं, सब ने मिल करके इस ऑपरेशन को अंजाम तक पहुंचाया. പഹൽഗാമിലെ ആക്രമണം ഭാരതത്തിന്റെ ആത്മാവിനെ തന്നെ പിടിച്ചുലച്ചിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ആസ്വദിക്കാൻ വന്ന നിരപരാധികളായ മനുഷ്യർക്ക് അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വേദനയായി മാറി. घर वालों के सामने, मेरे बहन के सामने पापा को, एक बेटी के सामने पिता को मारा गया. ഈ വേദന രാജ്യം മുഴുവൻ അനുഭവിച്ചു. ഭാരതത്തിലെ ജനങ്ങൾ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ആ ഭീകരതയ്ക്ക് മറുപടി നൽകേണ്ട ഊഴമായിരുന്നു പാകിസ്ഥാന്റെ ഭീകരതയുടെ അടിവേരുകൾ പിഴുതെറിയുന്ന ഒരു മറുപടി. സർക്കാർ ആദ്യപടിയായി സിന്ധു നദീജല കരാർ റദ്ദാക്കി. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. इस ट्रीटी को अगर हम अबेंस में रख लेते हैं अगले 10 साल भी, तो जो पाकिस्तान में जो कहद या सूखा जो पड़ने की जो बातें हैं, वो वर्ल्ड बैंक कहता है कि 10 साल में होगा. हमने अगर 5 साल भी रख लिया तो ये 5 साल में ही हो जाएगा. भारत ने जो है ये इतिहास पहली बार रचा है कि एक न्यूक्लियर पावर्ड कंट्री जैसे कि परमाणु शक्ति पाकिस्तान जैसी, उसके ऊपर इतना लार्ज स्केल सक्खर, यानी कि जो सबसे उत्तरी छोर है जो कि गिलगित बल्तिस्तान में है, स्कर्दू एयरबेस से लेकर के सक्खर एयरबेस जो कि सिंध में है, जो कि सबसे दक्षिणी कोना है पाकिस्तान का, वहां तक के उनके 11 एयरबेसेस के ऊपर हमने हमला किया है. भारत के सामने कोई और विकल्प था ही नहीं. इसकी वजह से इस बार हमने कहा कि हम आपको ऐसा माकूल जवाब देंगे कि आप याद रखें, और वही हमने किया. ഭാരതത്തിന്റെ ബ്രഹ്മോസ് പാകിസ്ഥാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തന്നെ ചാരമാക്കി മാറ്റി. മസൂദ് അസറിന്റെ മുഴുവൻ കുടുംബവും കൊല്ലപ്പെട്ടു. പരിഭ്രാന്തരായ പാകിസ്ഥാൻ സൈന്യം ഭാരതത്തിന്റെ അതിർത്തികളിൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങി. അപ്പോഴാണ് ഭാരതത്തിന്റെ ശക്തി ലോകം കണ്ടത്. ഭാരതം തങ്ങളുടെ അതിർത്തികളെ സംരക്ഷിക്കുക മാത്രമല്ല, മറിച്ച് ഭീകരവാദികൾക്ക് പരിശീലനവും അഭയവും നൽകുന്ന പാകിസ്ഥാന് ശക്തമായ മറുപടിയും നൽകി. ഭാരതം പാകിസ്ഥാന്റെ ആണവ ശക്തിയെന്ന അഹങ്കാരവും തകർത്തു. സർക്കാരിന്റെ സന്ദേശം വ്യക്തമായിരുന്നു. യുദ്ധം നടക്കുന്ന യുക്രൈനിൽ നിന്നും യമനിൽ നിന്നും വരെ തങ്ങളുടെ പൗരന്മാരെ അതിവേഗം രക്ഷപ്പെടുത്തുന്ന ഭാരതം തങ്ങളുടെ മണ്ണിൽ ഭീകരവാദം വെച്ചുപൊറുപ്പിക്കാൻ ഒരുക്കമല്ലായിരുന്നു.
പാകിസ്ഥാന്റെ ഡ്രോണുകളിലൂടെ ആക്രമിക്കാനുള്ള ശ്രമത്തെ ഭാരതം ഫലപ്രദമായി പ്രതിരോധിച്ചു. ഭാരതത്തിന്റെ S-400 ആതംപൂർ എയർബേസിൽ തകർത്തുവെന്ന് അവർ അവകാശപ്പെട്ടു. അതുമാത്രമല്ല, കശ്മീരിൽ ആക്രമണം നടത്തി, കശ്മീരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന വ്യാജ പ്രചരണവും നടത്തി. എന്നാൽ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് തീർ അവരുടെ ആക്രമണത്തെ പരാജയപ്പെടുത്തി. മാത്രമല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പാകിസ്ഥാന്റെ ഈ വ്യാജ അവകാശവാദങ്ങളെ പൊളിക്കാൻ തെളിവ് സഹിതം മുന്നിട്ടിറങ്ങി. 2025 മെയ് 12 രാത്രി 8 മണിക്ക് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. മെയ് 13 പാകിസ്ഥാൻ തങ്ങൾ തകർത്തുവെന്ന് കള്ളം പറഞ്ഞ അതേ എയർബേസിൽ അദ്ദേഹം നേരിട്ടെത്തി. ആതംപൂർ എയർബേസിലുണ്ടായിരുന്ന S-400 സുരക്ഷിതമായിരുന്നു. ഇതിലൂടെ തകർന്നത് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളായിരുന്നു. മെയ് 10 ആ പ്രഭാതം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി. തുടർച്ചയായി 2 ദിവസത്തെ നാശനഷ്ടങ്ങളുടെ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദില്ലിയെ ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു. എന്നാൽ ഭാരതത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ ഹരിയാനയുടെ അതിർത്തിയിൽ വച്ച് തന്നെ തകർത്തു. ഈ ആക്രമണം ദില്ലിക്കൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അതിന് ലഭിച്ച മറുപടിയിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ ഇല്ലാതെയായി. ഭാരതത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസ് തകർക്കപ്പെട്ടു. പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അത്. सुंदर मिश्रण एयर टू ग्राउंड मिसाइल्स, ग्राउंड टू ग्राउंड मिसाइल्स, और वो जो उसको मैं कहता हूँ ब्रह्मास्त्र, क्योंकि वो लगा जाके नूर खां बेस पे, जहाँ इनका न्यूक्लियर कमांड अथॉरिटी के नज़दीक, लगा सरगोड़ा में, लगा बुलारी में जहाँ इनके F-16s थे. एक हमने एवैक्स को नुकसान पड़ाया, C-130 को नुकसान पहुंचाया, HQ-9 ये हिल गए. നമ്മൾ അമേരിക്ക മുതൽ ചൈന വരെയുള്ളവരുടെ ഉറക്കം കെടുത്തി. भाई उनको भी तो अपने हथियार बेचने हैं ना, और उनकी तो जो डिफेंस जो उनकी जो इंडस्ट्री है, ठीक है, जिसको मिलिट्री इंडस्ट्रियल कॉम्प्लेक्स कहते हैं, वो बहुत बड़े हैं, वो ट्रिलियंस ऑफ डॉलर्स के हैं. अगर आकाश तीर बिकेगा तो HQ-9 कौन खरीदेगा चाइना से? और इसीलिए आप देखिए तो जो चेंगडू एविएशन जो इंडस्ट्री है, उसके जो शेयर्स हैं वो 15 से 20% गिर गए हैं इस ऑपरेशन सिंदूर के बाद, जो चाइना की सबसे बड़ी जो डिफेंस कंपनी है. എല്ലാവരും ചോദിക്കും, ഈ ഏറ്റുമുട്ടലിൽ ഭാരതത്തിന് എന്ത് കിട്ടിയെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാജ്യം 70 വർഷമായി ഭാരതത്തിനെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നു. പിന്നെ അവരൊരു ആണവ ശക്തിയായി ഭാരതത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആഗോള ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തിയിട്ട് തങ്ങൾ സ്വയം ഭീകരതയുടെ ഇരയാണെന്ന് ലോകത്തോട് കള്ളം പറഞ്ഞു. ഇതിനെല്ലാം മറുപടിയായി ഭാരതം പാകിസ്ഥാന്റെ ഭീഷണികൾ അവഗണിച്ച് അവരുടെ ഭീകര താവളങ്ങൾ മണ്ണിലാഴ്ത്തി. आपकी पॉलिटिकल विल इस बार है तो वही सेनाएं हैं, वही फाइटर जेट्स हैं, वही इंटेलिजेंस एजेंसीज हैं, सब कुछ वही है. कोई नई चीज नहीं है, लेकिन पॉलिटिकल विल थी तो आप करके दिखा दिया. എന്നാൽ ഭാരതം ഇവിടെ നിർത്തിയില്ല. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ അവർ തങ്ങളുടെ യുദ്ധതന്ത്രം മാറ്റി. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഭാഗമാക്കി. अब ऑपरेशन सिंदूर आतंक के खिलाफ भारत की नीति है. कि पाकिस्तान क्या कर रहा था कि साहब न्यूक्लियर वेपन्स के आड़ में आप यू गो ऑन ए टेरर रैम्पेज, एक आतंक का आपने सिलसिला शुरू कर रखा. न्यूक्लियर वेपन्स है हमारे पास तो साहब हम पार्लियामेंट अटैक करेंगे, हम कालू चक करेंगे, और जब आप कुछ कहेंगे हम देखिए हम वेस्ट के पास भागे जाएंगे, देखिए न्यूक्लियर वॉर हो जाएगी. तो ये जो झांसा था इसका हमने भांडा फोड़ दिया. ഭാരതത്തിന്റെ സന്ദേശം ലോകത്തിന് മുഴുവൻ വ്യക്തമാണ്. ഭാരതമിനി ഭീകരവാദം സഹിക്കില്ല. ये नया भारत है, ये बहुत दूसरे तरीके का भारत है, ये बहुत ही स्वाभिमानी और आत्मविश्वासी भारत है. और ये भारत न चीन के सामने झुकता है, न पाकिस्तान के सामने, और अमेरिका के सामने जब नहीं झुका रूस और यूक्रेन के युद्ध के मसले पे, और रूस से तेल लेने के मसले पे, या ईरान से तेल लेने के मसले पे, तो ये भारत किसी के सामने झुकने वाला नहीं है. जिस तरीके से हमारे पूरे परिवार को उन पे विश्वास था, उन्होंने उसी तरीके से जवाब देके हमारे विश्वास को कायम रखा है. एंड आई एम रियली थैंकफुल. 15 दिनों के अंदर अंदर उन्होंने हमारे लोग मरे थे उनको आज न्याय दिलाया है. हम लोगों के हृदय में, मेरे हृदय में जो 22 अप्रैल से एक प्रतिशोध की आग ज्वाला धधक रही थी, आज उसको निश्चित रूप से शांति मिली है.
ഭാരതം ഭീകരവാദത്തിനെതിരെ ഒരു നിർണായക പോരാട്ടം നടത്തുകയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തിന് ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തു. നമ്മുടെ 3 സായുധ സേനകളുടെയും കരുത്ത് ലോകമറിഞ്ഞു. ഇത് മാറിയ ഭാരതത്തിന്റെ കഥയാണ്.